ഹലോ ഫ്രണ്ട്സ്, റോക്സ്റ്റാർ ശ്രീഹരിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴയ ഡാമുകളിലൊന്നായ പോത്തുണ്ടി ഡാമിലേക്കാണ്. പോത്തുണ്ടി ഡാമും അവിടുത്തെ നാച്ചുറൽ ബ്യൂട്ടിയും അവിടെയുള്ള ആക്ടിവിറ്റീസൊക്കെ നമുക്കിന്ന് പരിചയപ്പെടാം. കേരളത്തെ ഓരോ ടൂറിസം ഡെസ്റ്റിനേഷനും ഒരു പ്രത്യേകത ഉണ്ട്. പ്രത്യേകിച്ച് പാലക്കാട് നമ്മൾ പോകുന്ന വഴി മുതൽ തന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ സ്റ്റാർട്ട് ചെയ്ത പോലെ ഫീൽ ചെയ്യും. കാരണം അത്രയും ഭംഗിയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ കടന്നു പോകുന്നത്. പാലക്കാട് ടൗണിൽ നിന്നും ഏതാണ്ട് 35ഓളം കിലോമീറ്റർ ഉണ്ട്. നെല്ലിയാമ്പതിക്ക് പോകുന്ന വഴി തന്നെയാണ് പോത്തുണ്ടി ഡാം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് അതിമനോഹരമായ പാടശേഖരവും വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. ഇത്തരം റോഡുകളും ഈ ഗ്രാമഭംഗിയും ആസ്വദിക്കണമെങ്കിൽ പാലക്കാട് ജില്ലയിൽ തന്നെ വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. എങ്ങോട്ട് തിരിഞ്ഞാലും നല്ല പച്ചപ്പ് വിരിച്ച അതിമനോഹരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുക. ജോലിയുടെ ഭാഗമായിട്ട് ഏതാണ്ട് 3 വർഷത്തോളം ഞാൻ നെന്മാറ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഡെയിലി പോയിക്കൊണ്ടിരുന്ന വഴിയാണിത്. അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയ ഫീല് കൂടി ഈ വഴിയിലൂടെ പോകുമ്പോൾ എനിക്ക് തോന്നിയിരുന്നു. നിങ്ങൾ നെന്മാറ വല്ലങ്ങി വേല കേട്ടിട്ടുണ്ടോ? ആ ഉത്സവം നടക്കുന്ന നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രമാണിത്. ഇതിൻ്റെ മുൻഭാഗത്തായിട്ടാണ് നമ്മുടെ ഫ്രണ്ട് ശരത്തിൻ്റെ വീട്. ആളെയും കൂടി എടുത്തുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ യാത്ര പോകുന്നത്. ആൾ വളരെ രസികനായ വ്യക്തിയാണ്. യാത്രയിലുടനീളം നല്ല വൈബായിരിക്കും ആളുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ. ഇന്ന് നമ്മൾ നോർമലി പോകുന്ന വഴി ഒഴിവാക്കി അളുവശ്ശേരി എന്നുള്ള ഒരു അതിമനോഹരമായ ഗ്രാമത്തിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. മാനുകളും മയിലും കുറുക്കനൊക്കെ സ്ഥിരമായിട്ട് ഈ വഴിയെ കാണാറുണ്ട്. ഇത് കണ്ടോ, മയിൽ പീലി വിരിച്ച് നിൽക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ്. പക്ഷെ നമുക്ക് ഭാഗ്യമില്ല, അത് അങ്ങോട്ട് തിരിഞ്ഞാണ് നിൽക്കുന്നത്. അതിമനോഹരമായ ഈ കുന്നിൻ ചെരുവുകൾക്കൊക്കെ പറയാനുള്ള വേറൊരു കഥ കൂടിയുണ്ട്. 2018 പ്രളയത്തിൽ അത്യാവശ്യം ലാൻഡ് സ്ലൈഡിങ്ങും ഒരുപാട് ആളുകളുടെ ജീവനൊക്കെ പൊലിഞ്ഞൊരു സ്ഥലമാണിത്. ഇവിടുത്തെ രക്ഷാപ്രവർത്തനം കാര്യങ്ങളൊക്കെ പട്ടാളമാണ് അന്ന് നടത്തിയിരുന്നത്. ഇവിടുത്തെ ഏരിയ മൊത്തം ലോക്ക് ചെയ്തിട്ട് മിലിറ്ററിയുടെ സഹായത്തോടെ കൂടിയാണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ബാക്ക് ടു നോർമലായത്. അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത തനി ഉൾനാടൻ ഗ്രാമപ്രദേശത്തിൻ്റെ കാഴ്ചകളാണ് ഇതൊക്കെ. അൺടച്ച്ഡായ ഭംഗിയുള്ള ഈ സ്ഥലം വിട്ട് നമ്മൾ നോർമൽ വഴിയിലേക്ക് കയറിയിരിക്കുകയാണ്. ചെറു ഗ്രാമപ്രദേശങ്ങളൊക്കെ താണ്ടി നല്ല വീതിയുള്ള അതിസുന്ദരമായ റോഡാണ് ഇവിടേക്കുള്ളത്. റോഡിൻ്റെ ഇരുവശത്തും നല്ല ചെടികളും മരങ്ങളും, വലതു ഭാഗത്തായിട്ട് സഹ്യാദ്രിയുടെ വലിയ മലനിരകളും നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഈ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോഴത്തേക്കും പോത്തുണ്ടി ഡാമിൻ്റെ ഫ്രണ്ട് വശമെത്തി. അത്യാവശ്യം ടൂറിസം ഫ്രണ്ട്ലി ആയിട്ട് ഒരു ഹാപ്പനിങ് ഏരിയ ആയിട്ടാണ് ഈ ഭാഗങ്ങളൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഈ റോഡിൻ്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു പോർഷനിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പോത്തുണ്ടി ഡാമിൻ്റെ ഫ്രണ്ടിൽ നിന്നും നെല്ലിയാമ്പതി ചെക്ക് പോസ്റ്റ് വരെ ഏതാണ്ട് 1.5 കിലോമീറ്റർ നീളമുള്ള ഒരു വഴിയാണ്. ഈ വഴിയുടെ വിഷ്വൽ ട്രീറ്റ് ഇവിടെ വന്ന് കണ്ട് തന്നെ ആസ്വദിക്കണം. ഇടത് ഭാഗത്ത് ഗംഭീരമായ ഡാമും വലത് ഭാഗത്ത് പച്ച പുതച്ച പാടങ്ങളും നേരെ മുന്നിൽ സഹ്യാദ്രി മലകളും. ഇത്രയും ഭംഗിയുള്ളൊരു കാഴ്ച വേറെ എങ്ങും കിട്ടാനില്ല. റോഡാണെങ്കിലും വളരെ ഭംഗിയുള്ള സ്മൂത്തായ കുണ്ടും കുഴിയില്ലാത്ത സ്ട്രെയിറ്റ് റോഡും കൂടിയാണ്. ഞാൻ എന്ന് ഈ വഴിയിലൂടെ ട്രാവൽ ചെയ്യുമ്പോഴും മറന്ന് ആസ്വദിക്കാറുണ്ട് ഈ കാഴ്ചകളൊക്കെ. ചിലപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴയും കൂടി കിട്ടാറുണ്ട്. അതും കൂടി ഉണ്ടെങ്കിൽ വേറൊരു വൈബ് തന്നെയാണ്. ഒരിക്കലും ഇത് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടുമില്ല, ഇങ്ങനൊരു വൈബ് കിട്ടിയിട്ടുമില്ല. ട്രെൻഡിങ് ആയ പല റീൽസുകളും ഈ ഭാഗത്ത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. നെല്ലിയാമ്പതിക്കുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് വരെ എത്തിയ ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് പോത്തുണ്ടിയിലേക്ക് പോവുകയാണ്. ബൈക്കേഴ്സിനും സൈക്ലിസ്റ്റുകൾക്കൊക്കെ ഏറ്റവും ഫേവററ്റായ ഒരു റൂട്ടാണിത്. ഈ റോഡിൻ്റെ വലതുവശത്ത് കാണുന്നത് പോത്തുണ്ടി ഡാമിൻ്റെ ഗാർഡൻ വ്യൂവിലുള്ള ആക്ടിവിറ്റീസാണ്. ഈ റൂട്ടിൽ ഇപ്പോൾ വേറൊരു എക്സൈറ്റ്മെൻറ്റും കൂടിയുണ്ട്. ഞാൻ വഴിയെ കാണിച്ചു തരാം. ഗാർഡൻ്റെ ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രഡീഷണലായ കുതിരവണ്ടിയാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. വളരെ അഫോർഡബിളായ പ്രൈസിൽ കുതിരവണ്ടി സഫാരി നമുക്ക് ഇവിടെ അവൈലബിൾ ആക്കാൻ പറ്റും. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത ശേഷം ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് നമ്മൾ ഡാമിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു. കുട്ടികൾക്ക് 10 രൂപയും മുതിർന്നവർക്ക് 20 രൂപയും എന്നുള്ള നിരക്കിലാണ് നമ്മളിവിടെ ടിക്കറ്റ് എടുക്കേണ്ടത്. നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച ശേഷം നടന്നകത്തേക്ക് കയറി. വളരെ നീറ്റ് ആൻഡ് ക്ലീനായ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്ത ഒരു ഗാർഡനാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. അത്യാവശ്യം നല്ല പൂക്കളും ചെടികളും ഒക്കെ വളരെ നീറ്റായിട്ട് ഇവിടെ പരിപാലിച്ചിട്ടുണ്ട്. ഈ ഗാർഡനിലൂടെ നടന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾക്ക് കാണാൻ കഴിയുക കുട്ടികളുടെ പ്ലേയിങ് ഏരിയ ആണ്. ഈ ഭാഗത്താണ് ഏറ്റവും തിരക്ക് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. പാരൻസൊക്കെ അലസമായി ഗാർഡനിൽ നിന്ന് റെസ്റ്റ് എടുക്കുകയും കുട്ടികളൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഇതിലൂടെ ഓടിക്കളിക്കുകയും ചെയ്യുന്ന ഒരു രസകരമായ കാഴ്ചയാണ് ഞങ്ങളിവിടെ കണ്ടത്.
പിന്നെ ഇവിടെ എടുത്തു പറയേണ്ടത് വളരെ വൈബുള്ള ഒരു ഓപ്പൺ ഓഡിറ്റോറിയമാണ്. വെക്കേഷൻസിലും പിന്നെ ക്രിസ്മസ് ന്യൂ ഇയർ സമയങ്ങളിലൊക്കെ നല്ല ഇവൻറ്റ്സൊക്കെ കണ്ടക്ട് ചെയ്താൽ വേറെ ലെവലായിരിക്കും. പിന്നെ ആർച്ചറി പോലുള്ള സ്പോർട്സ് ഇവൻറ്റ്സും കുട്ടികൾക്കുള്ള ബാറ്ററി കാറുകളും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അഡ്വഞ്ചറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് റോപ്പ് സൈക്ലിംഗ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഞങ്ങളിവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് കുറേ വർത്താനൊക്കെ പറഞ്ഞ് ഡാം ലക്ഷ്യമായിട്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. ഇവിടുത്തെ പ്രധാന അട്രാക്ഷൻ ഡാമിൻ്റെ വ്യൂ പോയിൻ്റ് ആണല്ലോ. പോകുന്ന വഴിയൊക്കെ നല്ല രസമുള്ള അതിമനോഹരമായ ഗാർഡനാണുള്ളത്. ഈ കാണുന്ന കുത്തനുള്ള സ്റ്റെപ്സിലൂടെ വേണം നമുക്ക് ഡാമിലേക്ക് കയറാനായിട്ട്. മുകളിലേക്ക് കയറാനും ഇറങ്ങാനുമായിട്ട് സിംഗിൾ വഴിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. രണ്ട് വശത്തും പച്ചപ്പ് നിറഞ്ഞ, അതായത് പുല്ല് കൊണ്ട് മൂടിയ ഒരു വഴിയൊക്കെ നമ്മൾ പിന്നിട്ടുകൊണ്ട് നമ്മൾ ഡാമിൻ്റെ മുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡാമിൻ്റെ മുകളിലേക്ക് കയറിയപ്പോൾ അറ്റ്മോസ്ഫിയർ കംപ്ലീറ്റ് ആയിട്ട് മാറി. തണുത്ത കാറ്റും അതിവിശാലമായ മലനിരകളും വാട്ടർ സ്പേസും ഒക്കെ കൂടിയായിട്ട് നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. നമ്മൾ വന്ന സമയത്ത് അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു ഡാമിൽ. അതുകൊണ്ട് തന്നെ കാഴ്ചയുടെ ഭംഗി ഇരട്ടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. കുറച്ച് നേരം അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടു നിന്നപ്പോൾ ഡാമിൻ്റെ ഒരു വശത്തേക്ക് നടന്ന് നീങ്ങുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. ഡാമിൻ്റെ ഈ കൈവരി നേരെ ചെല്ലുന്നത് ഒരു വലിയ കൂറ്റൻ മലയിലേക്ക് എന്ന രീതിയിലാണ് നമുക്ക് തോന്നുക. ഇപ്പോൾ കാണുന്ന ഈ ഫ്രെയിം ഒന്ന് നോക്കൂ. പച്ച നിറത്തിലുള്ള ചെടികളും വെള്ളവും മലനിരകളും നീല ആകാശമൊക്കെ ആയിട്ട് വല്ലാത്ത ഭംഗിയാണ് ഇവിടെ നിന്ന് നമ്മൾ കാഴ്ചകൾ കാണുമ്പോൾ. തിക്കും തിരക്കും പിരിമുറുക്കും ഉള്ള ജീവിതത്തിൽ ഇതുപോലുള്ള കാഴ്ചകൾ കാണുമ്പോഴാണ് യഥാർത്ഥ സമാധാനവും സന്തോഷവും നമുക്ക് കിട്ടുക. ഈ ഒരു ചെറിയ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഹെക്റ്റിക്കായ ജീവിതശൈലിയിൽ നമ്മൾ ചെറിയ യാത്രകളൊക്കെ ശീലിക്കുന്നത്. പിന്നെ സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത് ദിലീപ് അഭിനയിച്ച വിനോദയാത്ര എന്നുള്ള സിനിമയിൽ ഈ ഡാമിൻ്റെ പല ഭാഗങ്ങളും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഗണപതി എന്നുള്ള ചെറുക്കനെ രക്ഷിക്കാനായിട്ട് ദിലീപ് വെള്ളത്തിലേക്കൊക്കെ എടുത്ത് ചാടുന്ന ഭാഗങ്ങളൊക്കെ ഇവിടെയാണ് ചിത്രീകരിച്ചത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ദൂരത്തായിട്ട് വെള്ളച്ചാട്ടമൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ നെല്ലിയാമ്പതിയിലുള്ളതാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ നിഴല് പോലുള്ള രൂപമാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയുക. എന്നാലും കാഴ്ചയ്ക്ക് നല്ല ഭംഗിയാണ് ഇതൊക്കെ ഇവിടെ കണ്ടു നിൽക്കുമ്പോൾ. എത്ര കണ്ടാലും മതി വരാത്ത ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പതുകിയ താഴത്തേക്ക് ഇറങ്ങി. കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഇന്ത്യയിലെ ഏറ്റവും പഴയ ഡാമിനോട് ഞങ്ങൾ വിട പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നെക്സ്റ്റ് ടൈം വരുമ്പോൾ ഇവിടെയുള്ള സ്പോർട്സ് ആക്ടിവിറ്റിയിലൊക്കെ ഒന്ന് കയറണം എന്ന് ആഗ്രഹമുണ്ട്. പുറത്തിറങ്ങി ഞങ്ങൾ പച്ചക്കുതിരയിൽ ദിലീപ് പറഞ്ഞ പോലെ ഫുഡ് എന്ന് 2 പ്രാവശ്യം പറഞ്ഞു. അപ്പോഴത്തേക്കും ഞങ്ങൾ നെമ്മാറയിലുള്ള നല്ലൊരു ഹോട്ടലിലേക്ക് എത്തി. ഇവിടുത്തെ ഫേമസ് ഫുഡ് എന്താണെന്ന് വെച്ചാൽ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊറോട്ടയും ബീഫ് തന്നെയാണ്. ലെയർ ചെയ്ത ചൂട് പൊറോട്ടയും ചാറോട് കൂടിയുള്ള ബീഫും കൂട്ടി ഞങ്ങൾ കഴിച്ചു. ഇതിൻ്റെ ഫീൽ എങ്ങനെയുണ്ടെന്ന് ഞാൻ ഓരോ മലയാളികൾക്കും പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇന്നത്തെ യാത്ര അവസാനിപ്പിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഊർജ്ജം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.